എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ദോശയൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഇഡ്ഡലി മാവ് തയ്യാറാക്കുന്നതിനുള്ള അരിയൊക്കെ ഒന്ന് വെള്ളത്തിലിടണം. അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പച്ചരി എടുക്കാം. ഞാൻ ഇഡ്ഡലി റൈസ് ഒന്നുമല്ല, സാധാരണ പച്ചരി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ 2 കപ്പ് പച്ചരി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഉഴുന്നാണ്. ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഉഴുന്നെടുക്കുന്നുണ്ട്. നമ്മൾ പച്ചരി എടുക്കുന്നതിൻ്റെ പകുതി ഉഴുന്ന് വേണം എപ്പോഴും എടുക്കാൻ. ഇപ്പം ഞാൻ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചവ്വരിയാണ്. ഈ ചവ്വരി നമ്മൾ പായസത്തിലൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ്. ഇത് നമുക്ക് 1/2 കപ്പ് ചവ്വരി എടുക്കാം. ഞാനിപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ചവ്വരി എടുത്തു. ഈ ചവ്വരിയാണ് ഇതിലെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ മറ്റൊരു പാത്രത്തിൽ ഞാൻ ചവ്വരി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് മൂന്നും കുതിർക്കാനായിട്ട് സെപ്പറേറ്റ് പാത്രത്തിലാണ് വെക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവായും കൂടി എടുക്കണം. അപ്പോൾ ഞാൻ ഉഴുന്നിട്ടിരിക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ 1 ടീസ്പൂൺ ഉലുവായും കൂടി ഇടുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഇത് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഈ പച്ചരി ഉഴുന്ന് നമുക്ക് 3-4 തവണയൊന്ന് കഴുകിയെടുക്കാം. ചവ്വരി 1 തവണ കഴുകിയെടുത്താൽ മതിയാവും. ഇപ്പം ഞാനിതെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 6 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ നമ്മൾ ഈ അരിയൊക്കെ കുതിർത്ത് വെച്ചിരിക്കുന്ന അതേ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല വെള്ളം തന്നെ യൂസ് ചെയ്യണം. ഇനി ഞാനിത് ഒരു 6 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുവാണ്. ഇപ്പം ഞാൻ അരിയൊക്കെ കുതിരാൻ വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചവ്വരിയും ഉഴുന്നും ഉലുവായും അതുപോലെ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം തന്നെയാണ് നമ്മൾ അരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉഴുന്നും അതുപോലെ ചവ്വരി കുതിർത്ത വെള്ളമാണ്. പച്ചരിയുടെ വെള്ളം കുറച്ചെടുത്താൽ മതി, ബാക്കി നമുക്ക് ഊറ്റിക്കളയാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി വേണം. അതാണ് വെള്ള അവൽ. ഈ അവലും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ അരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് അവൽ വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഇത് കുതിരാനായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഞാൻ ഈ ഉഴുന്നൊക്കെ കുതിർത്ത വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കട്ടെ. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണല്ലോ അരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് എല്ലാത്തിലെയും വെള്ളം ഒന്ന് ഊറ്റി എടുത്ത് വയ്ക്കാം. വെള്ളമെല്ലാം ഒന്നിച്ചൊരു പാത്രത്തിൽ തന്നെ എടുത്ത് വെച്ചാൽ മതി. ഇപ്പം ഞാനിതിൽ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അരച്ചെടുക്കാം. അത് ഞാൻ പച്ചരിയാണ് അരയ്ക്കുന്നത്. അതിനായിട്ട് മിക്സിയുടെ കപ്പിലേക്ക് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. ഇതിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം നമ്മൾ മാറ്റി വെച്ചിരുന്ന വെള്ളം തന്നെ ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ പച്ചരി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ബാക്കിയുള്ള പച്ചരിയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ വലിയ പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പച്ചരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പച്ചരിയെല്ലാം അരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉഴുന്നും ഉലുവയും ഇട്ടിരുന്നതും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതും നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതിലും വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. ഇനി ഞാൻ ഈ ഉഴുന്നും കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പം ഞാൻ ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന പച്ചരിയിലേക്ക് ഈ ഉഴുന്നരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നിലും വെള്ളം വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് ബാക്കിയുള്ള ഉഴുന്നും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഉഴുന്ന് മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചവ്വരി അരയ്ക്കണം. ഞാൻ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ചവ്വരി അരച്ചെടുക്കുകയാണ്. ഈ ചവ്വരി ഒന്ന് പകുതി അരിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ള അവലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഈ അവലും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവലും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ചവ്വരിയും വെള്ളയവലും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നമ്മൾ പച്ചരി അരച്ചതും ഉഴുന്നരച്ചതും പിന്നെ ചവ്വരിയും അവലും ചേർത്ത് അരച്ചതും ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സായി വരണം. അതുവരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ആവണം. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ആവണം നമ്മുടെ ബാറ്റർ ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഇത് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ് ഒരു 8 മണിക്കൂർ മൂടി വയ്ക്കാം. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് വയ്ക്കാം. ഞാൻ സാധാരണയായിട്ട് നൈറ്റ് മാവ് അരച്ച് വയ്ക്കും. എന്നിട്ട് മോർണിംഗ് ആണ് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാറ്. നിങ്ങൾ മാവ് അരയ്ക്കുന്ന കൂടെ തന്നെ ഉപ്പും ചേർത്ത് വെക്കാറുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് വയ്ക്കുക. ഞാൻ ഇപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇഡ്ഡലി തയ്യാറാക്കാം. ഞാനിപ്പോൾ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവിൽ ഉപ്പും ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് കറക്റ്റ് ഉപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇഡ്ഡലി തയ്യാറാക്കാം. ഇഡ്ഡലി തയ്യാറാക്കാനുള്ള വെള്ളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇഡ്ഡലി തട്ടിലൊക്കെ എണ്ണ പുരട്ടി വയ്ക്കാം. അപ്പം ഞാൻ ഓരോന്നിലായിട്ട് എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതിൽ എണ്ണ നന്നായിട്ട് തേക്കണം, എങ്കിൽ മാത്രമേ ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇതിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളവും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മാവ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം കോരി ഒഴിക്കാൻ. ഇങ്ങനെ നമുക്ക് 2 തട്ടിലും മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ആദ്യത്തെ തട്ടിൽ 4 ഇഡ്ഡലിക്കുള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലുള്ള തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ 2 തട്ടിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഒരു 7-8 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഇഡ്ഡലി വേവാൻ വെച്ചിട്ട് 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇഡ്ഡലി തട്ട് ഇതിൽ നിന്നും എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് ഇഡ്ഡലി എടുക്കാം. ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് എടുക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ഇഡ്ഡലി നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുമുണ്ട്. നമുക്ക് എല്ലാ ഇഡ്ഡലിയും ഇങ്ങനെ പാത്രത്തിലേക്ക് എടുക്കാം. ഇത് കണ്ടോ, ഇതിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. നമ്മൾ എണ്ണ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇഡ്ഡലി ഒന്നും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. നമുക്ക് ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടി ഇതുപോലെ പാത്രത്തിലേക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി എല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്, നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ്. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഈ ഒരു ബാറ്ററിൽ തന്നെ നമുക്ക് ദോശയും തയ്യാറാക്കാം. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബാറ്റർ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ച് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക്